തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനം, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതിന് സൗഖ്യമുണ്ട്. ഏത് വിനാശത്തിൽ നിന്നും കർത്താവിൻ്റെ വചനം സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം തന്നെയാണ് ഭൂമിയിൽ അവതരിച്ചത് യേശുക്രിസ്തു. ഹല്ലേലൂയ. ആ വചനത്തെയാണ് നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. തുടർന്നുള്ള സമയങ്ങളിൽ ആമുഖ വചന സന്ദേശം നൽകുവാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശാലോമിൻ്റെ പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡറായ ശ്രീമതി ഗ്ലാഡീസ് ജോസിനെയാണ്. ആ സഹോദരിയോട് ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ വചനം കേൾക്കാം. ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കുകയും ചെയ്യാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനാൽ ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനാൽ ഞാൻ പൊരുതും. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ അവനോടുള്ള സ്നേഹത്തിൽ നിന്നും അവനോടുള്ള ബന്ധത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ സാധിക്കുകയില്ല. യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും നന്നായി ഉയർത്തി ഈശോയെ വിളിച്ച് നമുക്കൊന്ന് ആരാധിക്കാം. മുട്ടുകൾ നിവർത്തി, നമ്മുടെ കൈമുട്ടുകൾ നിവർത്തി ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ഹൃദയം പൂർണ്ണമായും ഉയർത്തി സമർപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങൾ കാണുന്ന ഈശോ, ഹൃദയങ്ങൾ കാണുന്ന കർത്താവ് നമ്മെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കും, നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് നിൽക്കാം. ഈശോ ഇവിടെയുണ്ട്. ഈശോയുടെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് നമ്മെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. കഴിഞ്ഞ ശുശ്രൂഷകളിലൂടെയെല്ലാം ഈശോ നമ്മളോട് സംസാരിച്ചു, നമ്മെ അനുഗ്രഹിച്ചു. ദൈവസന്നിധിയിലേക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൃപ നൽകി. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കൂപ്പിപ്പിടിക്കാം. കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹൃദയം കൊണ്ട് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പുമ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ജീവിതം ഈ കൂപ്പുകരങ്ങളോട് ചേർത്ത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ. യേശുവേ സ്തോത്രം. ഹൃദയത്തിൽ ഒന്ന് ശാന്തമായി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഈ സ്തുതിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം, അരൂപിയുടെ ഒരു നിറവ്, അരൂപിയുടെ ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കേൾക്കത്തക്ക രീതിയിൽ നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യമേകുവാ ഒഴുകിവാ ജീവനേകുവാ ശാന്തിയേകുവാ സൗഖ്യമേകുവാ ഒഴുകിവാ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമുക്ക് ശാന്തമായി ഈശോയുടെ സന്നിധിയിലിരിക്കാം. വലത് കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ഒരു ആത്മീയ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ, ഈശോയുടെ വചനമൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഏവരുടെയും മനസ്സിൽ വരുന്ന ഒരു വലിയ ആഗ്രഹമാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആഗ്രഹമില്ല നമുക്ക്? ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവഹിതത്തെക്കുറിച്ച് അതാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തരുന്ന ഒരു ചെറിയ സന്ദേശം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളിൽ നമ്മളത് വായിക്കുക ഇപ്രകാരം: എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഒന്ന് നമുക്ക് ഹൃദയത്തിൽ ഏറ്റുപറയാം. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, ഈ വചനം എൻ്റെ ഏറ്റവും അടുത്ത ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടിയൊരു മറുപടി ഇപ്രകാരമാണ്: ഇതൊരു അസാധ്യമായ കാര്യമാണ്, ഇത് ഒരു അസാധ്യമായ കാര്യമാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. എപ്പോഴും സന്തോഷിക്കുവാൻ ആർക്കാ സാധിക്കുക? പെട്ടെന്ന് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. എപ്പോഴും സന്തോഷിക്കുവാൻ എൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച്, എൻ്റെ കുടുംബ സാഹചര്യം അനുസരിച്ച്, ഇന്നുള്ള എൻ്റെ ചുറ്റുപാടനുസരിച്ച് എപ്പോഴും സന്തോഷിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? നല്ല കാര്യം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ, നന്മയായിട്ടുള്ളത് കടന്നു വരുവാണെങ്കിൽ എനിക്ക് നന്ദി പറയാം. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതം നോക്കിയിട്ട് ഞാൻ എങ്ങനെ എപ്പോഴും കർത്താവിന് നന്ദി പറയും? ഞാൻ എങ്ങനെ നന്ദി പറയും? ഇത് യേശു ക്രിസ്തുവിൽ എന്നെക്കുറിച്ചുള്ളൊരു ദൈവഹിതമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എങ്ങനെ നിറവേറ്റും? ഇതാണ് നമ്മുടെ ഒരു ചോദ്യ വിഷയം എന്ന് പറയുന്നത്. കർത്താവ് വചനത്തിലൂടെ, വിശുദ്ധ പൗലോസ് ശ്ലീഹായിലൂടെ പറഞ്ഞു വെച്ചു, ഇത് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളൊരു ദൈവഹിതമാണ് എന്ന്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ, നമ്മുടെയൊക്കെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാ, എങ്ങനെ ഇത് സാധിക്കും?
പരിശുദ്ധ അമ്മയെന്ന് ചോദിച്ചില്ലേ ഇതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കി, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കി, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി, നമ്മുടെ പരാജയങ്ങളിലേക്കും വിജയങ്ങളിലേക്കും ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് നോക്കി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെ കർത്താവേ ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷിക്കും? എങ്ങനെ എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ മക്കളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത്, എൻ്റെ കടബാധ്യതകൾ ഓർത്ത്, എൻ്റെ രോഗങ്ങൾ ഓർത്ത് ഞാൻ എങ്ങനെ കർത്താവേ നിനക്ക് നന്ദി പറയും? ഇത്രമാത്രം തിരക്കുകളിലൂടെ, ഇത്രമാത്രം ഉത്തരവാദിത്വങ്ങളിലൂടെ കടന്നു പോകുന്ന എനിക്ക് എങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്ത ഇതാണ്. പക്ഷേ നമുക്കത് സാധിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. എങ്ങനെ 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 സന്തോഷിക്കും? എങ്ങനെ ദൈവത്തിന് നന്ദി പറയും? എങ്ങനെ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥനയെന്ന് പറയും നമുക്കറിയാം ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതമാണ്. എങ്ങനെ ഞാൻ 24 മണിക്കൂറും എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കും? എങ്ങനെ ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കും? എൻ്റെ മുൻപിൽ ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം തന്നെ നമുക്കതിന് ഉത്തരം പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക: ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും മുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതെ, അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഒരുപക്ഷെ ബാഹ്യമായ സന്തോഷങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയെന്ന് വരാം. താൽക്കാലികമായ സന്തോഷം നമുക്ക് ലഭിച്ചെന്ന് വരാം. ചിലരൊക്കെ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി ചില മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള ജഡികമായ സന്തോഷങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ എന്നാൽ ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം നമ്മെ വിട്ടുപിരിയുന്നൊരു സമയമുണ്ട്. നാം ആശ്രയിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സകലതും, നാം സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളും നമ്മെ വിട്ടുപിരിയുന്ന ഒരു സമയമുണ്ട്. അവിടെ നമുക്ക് സന്തോഷം നൽകുവാൻ, അവിടെ നമുക്ക് ആനന്ദം നൽകുവാൻ, അവിടെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ ഹൃദയം ഒന്ന് ചൊരിയുക, നിന്റെ ജീവിതം ഒന്ന് സമർപ്പിക്കുക. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ അതിനെല്ലാം മാറ്റമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കണമെങ്കിൽ, ദൈവവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ആഴമായ ഒരു ദൈവസ്നേഹ അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണം. ഈ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഈശോയും ഞാനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുമായി എനിക്കുള്ളതിനേക്കാൾ ഒരു വ്യക്തിപരമായ ഹൃദയത്തോട് ചേരുന്ന ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം എൻ്റെ ഈശോയുമായിട്ട് എനിക്കുണ്ടോ? എനിക്കുണ്ടെങ്കിൽ അവിടെ എനിക്ക് ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അവിടെ എനിക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതം പരാജയത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങി താണുകൊള്ളട്ടെ. എൻ്റെ ജീവിതത്തിലെ രോഗങ്ങൾ, മാറാ രോഗങ്ങൾ കടന്നു വന്നു കൊള്ളട്ടെ. കടബാധ്യതകൾ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ താളം തെറ്റുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊള്ളട്ടെ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയത്തെ എടുത്തുയർത്തുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് സാധിച്ചാൽ, നിങ്ങൾക്ക് സാധിച്ചാൽ, അവിടെ എനിക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ സന്തോഷം നമുക്കറിയാം, ഇതാർക്കും എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയില്ല. ലോകം തരുന്ന സന്തോഷം അത് ഇന്നല്ലെങ്കിൽ നാളെ മാറി മറയും. സാഹചര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ ഇത് മാറി മറയും. വ്യക്തികൾ മാറിക്കഴിയുമ്പോൾ ഇതിന് മാറ്റമുണ്ടാകും. വിജയം കഴിഞ്ഞിട്ട് പരാജയം കടന്നു വരുമ്പോൾ
ഇതിന് മാറ്റമുണ്ടാകും. പക്ഷേ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത നമ്മുടെ കർത്താവിനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഈ രാത്രിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒരു അലൗകികമായ ആനന്ദം അനുഭവിക്കും. അതിന് സന്തോഷമെന്നല്ല പറയുന്നത്, ബൈബിള് തന്നെ പറയുന്നത് ആനന്ദത്തിൻ്റെ പൂർണ്ണത എന്നാണ് പറയുന്നത്. ബാഹ്യമായ സന്തോഷമല്ല, ആർക്കും ഒരിക്കലും എടുത്തു കളയുവാൻ സാധിക്കുന്ന സന്തോഷമല്ല. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകം തരുന്ന സന്തോഷം പോലെയല്ല ഞാൻ തരുന്നത്. അത് നിങ്ങളിൽ നിന്നും എടുത്തു കളയുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഒരു സാഹചര്യത്തിനും സാധിക്കുകയില്ല, ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. എല്ലാം മാറി മറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ നിത്യമായി ജീവിക്കുന്ന, നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് കഴിവുള്ള, നമ്മോട് കൂടെ ഒരിക്കലും മാറാതെ എന്നും നിൽക്കുന്ന ഈശോയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഈശോയോട് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ, അവിടെ നമുക്ക് സഹനങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലുമൊക്കെ സന്തോഷിക്കുവാൻ സാധിക്കും. ഒരു കൊച്ചനുഭവം ഞാൻ പറയാം. ഒരു ഡോക്ടർ ദമ്പതികളാണ്, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർക്ക് ഏക മകൻ. ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒരു ചെറിയ ന്യൂനതയുണ്ട്. അത് അവനൊരു കിഡ്നി പേഷ്യൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ് എങ്കിലും ഈ കുട്ടി സാധാരണ പോലെ നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യങ്ങളിലും മിടുക്കനാണ്. അങ്ങനെ 12ാം ക്ലാസ് വിദ്യാഭ്യാസം അവൻ പൂർത്തിയാക്കി, സ്കൂളിലെ ടോപ്പായിട്ട് പാസ്സായി, ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടേഴ്സായ ഇവൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഇവനെ ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് പൂർത്തിയായി. പക്ഷേ തുടർന്നങ്ങോട്ട് വേദനയുടെയും സഹനത്തിൻ്റെയും നാളുകളായിരുന്നു. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞെങ്കിലും, വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും, ഈ മകൻ്റെ ജീവിതത്തിൽ, ഈ മകൻ്റെ ആരോഗ്യ മേഖലയിൽ പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും വേദനകളാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥനയും കണ്ണുനീരുമൊക്കെ ആയിട്ട് കഴിയുകയാണ്. ഈ സഹോദരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പ്രാർത്ഥന ചോദിക്കും. നിത്യാരാധനയുടെ മുൻപിലിരുന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് തോരാത്ത കണ്ണുനീരുമായിട്ട് ഈ ഡോക്ടറായ അമ്മ, അവളും അവളുടെ ഹസ്ബൻഡും കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുട്ടിയുടെ സ്ഥിതി ഏകദേശം ഒരു വഷളായ അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഒരു ദിവസം ഷാലോമിൻ്റെ ഈ ചാപ്പലിലെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസവും ഈ സഹോദരി വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞങ്ങനെ പ്രാർത്ഥിച്ചതാ. അപ്പോൾ ഈ കോള് എനിക്ക് ഈ പേര് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ വേഗം ഓടി വന്ന് ഫോൺ എടുത്തപ്പോൾ അങ്ങേ തലക്കിൽ നിന്നും ഇങ്ങനെയാണോ പറഞ്ഞത്? ഈ മകൻ്റെ പേര് പറഞ്ഞിട്ടും പറഞ്ഞു, മകൻ മരിച്ചുപോയി. ഞാനൊരു നിമിഷം പെട്ടെന്ന് ശ്വാസമടക്കി നിന്നുപോയി. എനിക്കൊരു മറുപടിയും പറയാനുണ്ടായില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഈ സഹോദരിക്ക് എന്തോ മാനസികമായിട്ട് കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴെന്തോ ഒരു മാറ്റം, ഒരു ചേഞ്ച് വന്നു പോയതായിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു, ഇവൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മരിച്ചതല്ല, ഈശോ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഡോക്ടറെ, നമ്മൾ എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ഈ സഹോദരി പറഞ്ഞു, അതിനെന്താ വിഷമിക്കുന്നത്? അവനെ ഈശോ കൂട്ടിക്കൊണ്ടു പോയതല്ലേ, നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഈശോയുടെ അടുക്കലേക്ക് അവൻ നമ്മളെക്കാൾ മുൻപേ എത്തുവാനായിട്ടായിരുന്നു ഈശോയുടെ പദ്ധതി. അതിന് പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചു, പക്ഷേ ഈശോയുടെ ഹിതം ഇതായിരുന്നു. അപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഈ വാക്കുകൾ എനിക്ക് വലിയ എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു തറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കി. ഞാൻ ഫോൺ വെച്ചു. അപ്പോഴും എൻ്റെ വലിയൊരു സംശയം ഇതായിരുന്നു, ഇവൾക്ക് എന്തോ മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്.
അതിൽ ഒരു നോർമലായ അവസ്ഥയിൽ നല്ല ഇവള് സംസാരിക്കുന്നത്, ഈ ഡോക്ടർ സംസാരിക്കുന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മകള് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞു, ഇങ്ങനെ ഇന്ന ആൾക്കാരൊക്കെ വന്നിരുന്നു. അങ്ങനെ ഈശോ അവനെ കൊണ്ടുപോയി. കുഞ്ഞിൻ്റെ കുർബാനയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുക വീട്ടിൽ. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, എനിക്ക് ആ സമയങ്ങളിലൊന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. അതുവരെയും മാറത്തടിച്ച് ഏങ്ങലടിച്ച് നിത്യാരാധന ചാപ്പലിൽ പോയി കമിഴ്ന്ന് കിടന്ന് കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്കും അനേകം മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് ഈ സഹോദരി പറയുകയാണ്, എനിക്ക് ഒരു കണ്ണുനീര് പോലും വന്നില്ല. എല്ലാ പ്രാർത്ഥനകളിലും ഞാൻ പങ്കെടുത്തു. എൻ്റെ മോനെ ഞാൻ സന്തോഷത്തോടെ യാത്രയാക്കി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നിട്ട് ആ സഹോദരി കൂട്ടിച്ചേർത്തു, ഇത് ഈശോ തന്ന ഒരു അനുഗ്രഹമല്ലാതെ, ഈശോയുടെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്നതാ. അതുകൊണ്ട് ഞാനൊരു ആനന്ദം അനുഭവിച്ചു അവിടെ. എൻ്റെ മോൻ എന്നും എൻ്റെ കൂടെ ഉള്ളതുപോലൊരു അനുഭവം, അവൻ്റെ വേർപാടിലും എനിക്കൊരു നഷ്ടവും സംഭവിക്കാത്തതുപോലുള്ളൊരു സന്തോഷം ഞാൻ അനുഭവിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഈസ്റ്റർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഷാലോം TV-യിൽ ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരു ആക്സിഡൻറ്റിൽ മകൻ മരിച്ച് ആ മകനെ യാത്രയാക്കുന്ന അമ്മയുടെ അവസാനത്തെ, ആ മകൻ്റെ വേർപാടിൻ്റെ സമയത്ത് അമ്മയുടെ വാക്കുകൾ. എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനുള്ള ശക്തി? ഞാൻ പറഞ്ഞ ഈ ഡോക്ടറിനും അന്ന് പ്രാർത്ഥിച്ച ഈ സഹോദരിക്കുമൊക്കെ ലഭിച്ചത്? എന്തുകൊണ്ടാണ് അവർക്ക് പതറാതെ നിൽക്കുവാനായിട്ട് സാധിച്ചത്? ഈ ഒരു വേർപാടിൻ്റെ വേളയിൽ, ദാരുണമായ അന്ത്യത്തിൻ്റെ മുൻപിൽ എന്തുകൊണ്ടാണ് അവർക്ക് പതറാതെ നിൽക്കുവാനായിട്ട് സാധിച്ചത്? മറ്റൊന്നുമല്ല, അതിനുത്തരം കർത്താവായ ഈശോ മാത്രമാണ്. ഈശോ മാത്രമാണ്. ഈശോ തരുന്ന ആനന്ദം അത് ഏതവസ്ഥയിലും നിലനിൽക്കുന്നതാണ്. ഈശോ തരുന്ന ആനന്ദം അത് നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതാണ് ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ, ഈശോയുമായുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് കഴിയുമ്പോൾ, അവിടെ നമ്മുടെ മനോഭാവങ്ങളെല്ലാം മാറി മറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകളെല്ലാം അവിടെ മാറി മറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സന്തോഷങ്ങൾക്കെല്ലാം അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവരെ നാം സന്തോഷമായി കണ്ടതായിരിക്കുകയില്ല പിന്നീട് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ കടബാധ്യതയും ദുഃഖവും വേദനയും ഒക്കെ വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി ആ വചനം പറയുന്നത് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്? എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവുമായുള്ള നിരന്തരമായൊരു ബന്ധമാണ് പ്രാർത്ഥന. നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന വാചിക പ്രാർത്ഥനയേക്കാൾ കൂടുതലായിട്ട് ഹൃദയത്തോട് ചേരുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, ഒരു ബലിമൃഗത്തെ ബലിക്ക് വേണ്ടി വിട്ടുകൊടുത്തതുപോലെ, അബ്രഹാം തൻ്റെ മകനെ പിതാവിൻ്റെ മുൻപിൽ വിട്ടുകൊടുത്തതുപോലെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രാർത്ഥന അല്ലാതെ മറ്റൊന്നുമില്ല. സംഭവിക്കുന്നതെല്ലാം പ്രാർത്ഥനയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രാർത്ഥനയാണ്. പിന്നെ അവിടെ പരാതികളില്ല, പിന്നെ അവിടെ പരിഭവങ്ങളില്ല, പിന്നെയോ അവിടെ കൃതജ്ഞതാ സ്തോത്രമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിൽ നിങ്ങൾ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും അനർഗളമായ കൃതജ്ഞതാ സ്തോത്രത്തിൽ മുഴുകുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കൊടുക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, കന്നുകാലികൾ ആലയിൽ ഇല്ലാതായാലും, ഒലിവുമരം പൂക്കുന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ആനന്ദം എവിടെയാണ്? നമ്മുടെ സന്തോഷം എവിടെയാണ്? നമ്മുടെ സങ്കടങ്ങൾ എവിടെയാണ്? സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതെ, അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഈ രാത്രിയിൽ ഒന്ന് എടുത്തുയർത്താം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് ഇതാണ്: എപ്പോഴും സന്തോഷിക്കുക, ആത്മാവിൽ സന്തോഷിക്കുക. ഭൗതികമായ സന്തോഷമല്ല, മറിച്ച് ഈശോയോട് ചേർന്നുള്ളൊരാനന്ദം, ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതം. അവിടെ ലഭിക്കുന്ന ആനന്ദം, അവിടെ ദുഃഖത്തിൻ്റെ വേളകളിലും ആനന്ദം ലഭിക്കും, സഹനത്തിൻ്റെ മേഖലകളിലും ആനന്ദം ലഭിക്കും. അവിടെ ആരും എടുത്തു മാറ്റാത്തൊരു സന്തോഷം, ആനന്ദം. ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതം തന്നെ പ്രാർത്ഥനയായി മാറുന്ന ഒരവസ്ഥ. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും, ചില തോൽവികളും ചില ഇല്ലായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈശോയോട് ചേർന്ന് നിന്നാൽ അവിടെയെല്ലാം നമുക്ക് ആനന്ദിക്കുവാനും നന്ദി പറയുവാനും നമുക്ക് സാധിക്കും. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം. മറ്റൊന്നിനുമല്ല. നമ്മുടെ അധികാരമോ പണമോ സമ്പത്തോ പദവികളോ എല്ലാം ഇല്ലാതാകും. ഇതിനൊന്നും നമുക്ക് ശാശ്വതമായ സന്തോഷം നൽകുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്നുണ്ട് എന്ന് നാം കരുതുന്നത് പ്രിയപ്പെട്ടവരെ, നാളെ വെറുതെ നമ്മിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇന്ന് ഏതെങ്കിലും തരത്തില് കഴിവുകൾ, ഇന്ന കഴിവ് എനിക്കുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ നാളെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും. ജോബിന്റെ ജീവിതം അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് രണ്ട് കരങ്ങളും വീണ്ടും ഒന്ന് നന്നായി ഉയർത്തുക. ഈശോയിൽ ആനന്ദിക്കുവാൻ, ഈശോയിൽ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തുവാൻ, ഈശോയിൽ ആനന്ദത്തിന്റെ ആ വലിയ സന്തോഷം കണ്ടെത്തുവാൻ മറ്റാരിലുമല്ല, മറ്റൊന്നിലുമല്ല കർത്താവേ. താൽക്കാലികമായ ഒരു സന്തോഷം നൽകുന്ന ഒന്നിലുമല്ല. എന്റെ ഈശോയിൽ എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന, എന്നെ നിത്യതയോളം എത്തിക്കുന്ന എന്റെ ഈശോയിലാണ് എന്റെ സന്തോഷം, എന്റെ ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും. ഈശോയ്ക്ക് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ സാധിക്കും. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടലിനടിയിലേക്ക് ഞാൻ പോകുന്നുവെന്ന് കരുതുമ്പോഴും ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട, ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സംഭ്രമിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കൂടെയുണ്ട്, ഈശോയെ ഹൃദയം കൊണ്ട് കാണുക. കൂടെയുണ്ട്, കൂടെയുള്ള ഈശോയെ, കൂട്ടിനവൻ വസിക്കുന്ന ഈശോയെ, കൂടെയുണ്ട്, എന്നോടൊപ്പമുള്ള എന്റെ ഈശോയെ, കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ആർക്കും തരാൻ പറ്റാത്ത നിലനിൽക്കുന്ന ആനന്ദവും സന്തോഷവും നൽകുന്ന എന്റെ കൂടെയുണ്ട്, ഈശോയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് പാടുകയെ. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്, കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ